ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കിയ അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഉപ്പിലിട്ട നെല്ലിക്ക കുരുവോട് കൂടി നാലായി കീറിയതാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി രണ്ടായി മുറിച്ചതിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമുക്ക് കായം പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് എരിവൊക്കെ വേണ്ട കാരണം അത്യാവശ്യം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ കശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇടാനായിട്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്കയുടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് കായപ്പൊടി ഇടുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് മാറ്റി വെച്ച നെല്ലിക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ നെല്ലിക്ക അച്ചാർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.